ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാതിൽക്കൽ ഇപ്പോൾ ഗോവിന്ദചാമി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമ്മൾ കേന്ദ്രീകരിക്കുകയുമാണ്. അപ്പോൾ ഗോവിന്ദചാമിയെ ജയിൽ മാറ്റാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് ജയിലിനുള്ളിൽ നടന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ജയിൽ വാതിലിന് പുറത്ത് അർജുൻ കല്യാൺ, ഒപ്പം തന്നെ ഇപ്പോൾ ജയിൽ മേധാവിയുടെ സന്ദർശന വേളയിലുണ്ടായ ഒരു ഗുരുതരമായ വീഴ്ച, അത് മുഖ്യമന്ത്രിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതിയോ? കൂടുതൽ നടപടി വേണ്ടേ? സമഗ്രമായ ഒരു അഴിച്ചുപണിയിലേക്കടക്കം കടക്കാൻ ആലോചനയുണ്ടെന്ന് തലസ്ഥാനത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? സുജയ പാർവതി, ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിക്കടന്ന സംഭവത്തിൽ കൂടുതൽ അന്വേഷണമുണ്ട്. അത് കണ്ണൂർ ജയിൽ DIGയുടെ നേതൃത്വത്തിലാണ്. കണ്ണൂർ ജയിൽ DIG അന്വേഷണം തുടരുകയാണ്. ഉടൻ തന്നെ റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരമാവധി തിങ്കളാഴ്ചത്തേക്ക് അപ്പുറത്തേക്ക് ആ അന്വേഷണ റിപ്പോർട്ട് വൈകില്ല. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ജയിൽ മേധാവി തുടർ നടപടികൾ സ്വീകരിക്കുക. കൂടുതൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം അത്രയും വലിയ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത്. ഇത്രയും വലിയ സുരക്ഷയുള്ള സെല്ലിൽ നിന്നും എങ്ങനെയാണ് ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി പുറത്തേക്ക് കടന്നത് എന്ന സംശയം, അതിപ്പോഴും ആ സംശയത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. അതാണ് അന്വേഷിക്കുന്നത്. അത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെ മൊഴി ശേഖരിച്ചു, സഹതടവുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ വിശദമായ റിപ്പോർട്ട് കണ്ണൂർ ജയിൽ DIG തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കാരണം ഇനി ഇത്തരത്തിൽ ഒരു വീഴ്ച വരാൻ പാടില്ല എന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഒരുപക്ഷെ മേൽത്തട്ടിലേക്ക് നടപടി പോകുമോ എന്നുള്ളതാണ്. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരിലേക്ക് നടപടി പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിൽ ജയിൽ DGP ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ 3 വർഷം പൂർത്തിയായ ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യയെ മാറ്റിയേക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും തിരക്കിട്ടുള്ള ആലോചനകൾ പല തലത്തിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം സർക്കാരിന് അത്രയും നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഗോവിന്ദചാമിയെ ഇന്നലെ കണ്ണൂരിൽ നിന്നും പിടിക്കപ്പെട്ടത് മാത്രമാണ്. സഹതടവുകാർക്കടക്കം കാര്യങ്ങൾ അറിയാമായിരുന്നു. ശിഹാബ്, വിശ്വനാഥൻ തുടങ്ങിയ ആളുകൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു എന്ന് ഗോവിന്ദചാമി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജയിലിനുള്ളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച്, കഞ്ചാവും മദ്യവും ഒക്കെ കിട്ടിയിരുന്നു എന്നതടക്കമുള്ള പല കാര്യങ്ങളും ഗോവിന്ദചാമി പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി അർജുൻ കല്യാണിലേക്ക് പോകാം. അർജുൻ കല്യാൺ, വിയ്യൂരിലേക്ക് കൊണ്ടുപോകാനായി ആ ജയിൽ വാതിൽ തുറക്കാറായോ? അല്പസമയത്തിനകം തന്നെ ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കുന്നതുമായി ബന്ധം ഈ ഗേറ്റ് വഴിയാണ് ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങുക. ഇതുവഴിയുള്ള ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ജയിലിൻ്റെ അകത്ത് പൂർത്തിയാകുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും നാളത്തെ ഒരു ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് 2017 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ, ചില ആലോചനകൾ ഗോവിന്ദചാമി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 മാസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 7 കമ്പികൾ, സെല്ലിൻ്റെ 7 കമ്പികൾ മുറിച്ചു മാറ്റുകയും ആ മുറിച്ചു മാറ്റിയ കമ്പി അതേപടി തിരിച്ചു കെട്ടിവെച്ചതിന് ശേഷവുമാണ് ഗോവിന്ദചാമി പുറത്തേക്ക് പോയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. താൻ ജയിൽ ചാടിയ കാര്യം പിന്നീട് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കം ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജയിൽ വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു ജയിൽ മാറ്റം ഉണ്ടാവാൻ അല്ലെങ്കിൽ ജയിൽ മാറ്റത്തിനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പറയുന്ന ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് കെട്ടിവെക്കുകയാണ്. മറ്റൊന്ന്, ഗോവിന്ദചാമി തന്നെ ഇന്നലെ പോലീസിനോട് പറഞ്ഞത് ഏതെങ്കിലും രീതിയിലുള്ള പരിശോധന ഉണ്ടാകാറില്ല. അർജുൻ കല്യാട്, എന്ത് പറ്റി? ഗോവിന്ദചാമി ഇറക്കുകയാണോ? അകത്തുനിന്ന് വരുന്നതായി ആ വിടവിലൂടെ കാണാം. അത് കഴിഞ്ഞ് ഏതാണ്ട് എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനം ഉൾപ്പെടെ ഇവിടെ ക്രമീകരിക്കുകയും പോലീസ് വാഹനങ്ങൾ ഇവിടെ തയ്യാറായി നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇന്നലെ തന്നെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. ജയിൽ വകുപ്പ് അതിനകത്ത് തീരുമാനമെടുക്കും, വിയ്യൂരിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പോലീസ് ഈ പറയുന്ന
പോലീസിൻ്റെ സംഘം, പോലീസാണ് ഇതിനകത്ത് എസ്കോർട്ട് പോവേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ വാനിൽ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ പോലീസ് വാനിൽ നിൽക്കുന്നത് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ ഇപ്പോൾ ജയിൽ മാറ്റാൻ പോവുകയാണ്. ആ ജയിൽ പരിസരത്ത് നിന്ന് അർജുൻ കല്യാട് അവിടെ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മുടെ ക്യാമറയൊന്ന് തിരിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് അതാണ് ഇപ്പോൾ കാണിക്കേണ്ടതും.